ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പക്ഷേ രാവിലെ തന്നെ എണീപ്പിച്ചിട്ട് വാപ്പപ്പനെ കൊണ്ടൊന്ന് മൂത്തുമാട്ട് വരെ പോകാൻ പറഞ്ഞു. മൂത്തുമായൊക്കെ വീട് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറ്റിയടിക്കല. കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ അവിടെ സേതുകുഞ്ഞില്ലാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ സേതുകുഞ്ഞിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിൽ അതിലും വലിയൊരു പണി. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വന്നപ്പോൾ തന്നെ വീട്ടിൽ വിറകു വന്നു. ഇതിപ്പോ തന്നെ വാർക്കമേള കയറ്റിയില്ലേ ശരിയാവില്ല. ഉച്ച കഴിഞ്ഞാൽ ഒടുക്കത്തെ മഴ എങ്ങാനും നനഞ്ഞു പോയ ഇനി മഴയത്ത് ഉണക്കിയെടുക്കലും നടക്കൂല. വീട്ടിലാണെങ്കിൽ വേറെ വിറകും. അങ്ങനെ ഉച്ചയായപ്പോൾ ആ പരിപാടി തീർന്നു. ആബിജിക്ക് ഒരു മരുന്ന് മേടിക്കാണ്ട് അങ്ങനെ അത് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തൊടുപുഴയിൽ ഇത്തായും കൊച്ചൊക്കെ വന്നു. അവരൊക്കെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ മേടിച്ച പാവേ ഇപ്പൊ ഫുൾ ടൈം ഇതിന്റെ ഒപ്പം 2 ദിവസം ഇനി ഇതും കൊണ്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇതും വലിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മൂവാറ്റുപുഴയ്ക്ക് ആബിജിക്കുള്ള മരുന്ന് മേടിച്ചിട്ട് നാളെ എളിമാട് വെച്ച് ഗൾഫിൽ നിന്ന് വരും. അപ്പോൾ നാളെ രാവിലെ തന്നെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകണം. കായൊക്കെ ഇന്നലെ തമിഴ്നാട്ടിൽ പോയിട്ട് വന്നു. വണ്ടി ആകെ നാശമായിട്ടിരിക്കും. അങ്ങനെ ആ പരിപാടിയും തീർന്നു. ഞാൻ എല്ലാ പരിപാടിയും ഇപ്പൊ തന്നെ തീർത്ത് വെക്കുന്നതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. പിന്നെ IPL ഫൈനൽ മാച്ച് അതിനുമ്പ് എല്ലാ പരിപാടിയും തീർത്ത് വെക്കണം. കായും വാപ്പിച്ചും വീട്ടിലുള്ളതുകൊണ്ട് കപ്പയിറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ തന്നെ എന്തേ മഴ തുടങ്ങിയപ്പോൾ തന്നെ കറണ്ടും ഒരിക്കലും പതിവില്ലാത്തൊരു കാര്യം ഇന്ന് സംഭവിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ടും. അങ്ങനെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചു പോയപ്പോഴാണ് സേതുകുഞ്ഞ് വിളിക്കുന്നത്. ആളെ പൊന്നിരിക്ക് പറമ്പിലേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാ. മഴയത്ത് പെട്ടു. ഞായറാഴ്ച ആയതുകൊണ്ട് ഓട്ടർഷയില്ല. വാപ്പാനെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചതാ. ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ചുമ്പോൾ കുളിച്ച് ഡ്രസ്സ് മാറി. മഴയാണെങ്കിൽ മാറിയിട്ടില്ല. അങ്ങനെ ഒരു പഴയ ഡ്രസ്സ് എടുത്തിട്ട് സേതുകുഞ്ഞിനെ നേരെ വീട്ടിൽ കൊണ്ട് വിട്ടു. അങ്ങനെ അതും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യം പറഞ്ഞു. ഉമ്മച്ചിക്കൊക്കെ ഏതോ കല്യാണത്തിന് പോകാൻ കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരണം. എനിക്ക് ഈ കളി കാണുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത്രയും ദേഷ്യം വേറെ ഒന്നും പോരാത്തതിന് ഇന്ന് ഫൈനൽ മാച്ച്. അങ്ങനെ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരുന്നപ്പോഴാണ് കായും കൂടി കുറച്ച് കഴിയുമ്പോൾ കൊച്ചിനെ കൊണ്ട് മാളിലേക്ക് പോകുന്നത്. അങ്ങനെ അവർ പോണ വഴിക്ക് ഉമ്മച്ചിനൊക്കെ കല്യാണം നടക്കുന്ന സ്ഥലത്ത് ഇറക്കി വിടാന്ന് പറഞ്ഞു. അപ്പോൾ അത്ര നേരമെങ്കിലും കളി കാണാം. അതിനായിട്ട് എല്ലാം കഴിയുമ്പോൾ പിന്നെ വിളിക്കാൻ പോയാതില്ലോ. അങ്ങനെ കളിയൊക്കെ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഉമ്മച്ചി വിളിച്ചു. അവരെല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കോ അവയും വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കളി കാണാൻ പറ്റിയില്ലെങ്കിലും എയർബഡ്സ് ഒക്കെ വെച്ച് കമന്ററിയും കേട്ടോണ്ട് അവർ വിളിക്കാൻ പോകും. അങ്ങനെ അവരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെയും കളി കാണാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കളിക്ക് ഫൈനൽ കാണുന്നതിന്റെ ഒരു ആവേശം ഉണ്ടായിരുന്നു. കളി ഫുള്ളി 1-0 ആയി. എന്തായാലും കോഹ്ലി വീണ്ടും കപ്പടിച്ചത് സന്തോഷം.